സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് പൈനാപ്പിളിനെ കുറിച്ചാണ്, അഥവാ കൈതച്ചക്ക. എത്ര വലിയ ഗുണങ്ങളുള്ള ഒരു പഴമാണെന്നറിയുമോ? എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പൈനാപ്പിൾ ജ്യൂസ് മാത്രം മര്യാദയ്ക്ക് കഴിച്ചാൽ മതി. അങ്ങനെ എല്ലാ ദിവസവും മാറി മാറി ഓരോ പഴങ്ങൾ കഴിച്ചാൽ ആരോഗ്യത്തെ ഉണ്ടാക്കാം, നമ്മുടെ വാർദ്ധക്യത്തെ യൗവനമാക്കിയെടുക്കാം, നമ്മുടെ ആവശ്യമായ രോഗങ്ങളെ തടയാനും കഴിയും. പൈനാപ്പിളിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ B6, മഗ്നീഷ്യം, ഇരുമ്പ് സത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. മാത്രവുമല്ല, 1. പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. 2. ക്യാൻസറിൻ്റെ സാധ്യതയെ കുറയ്ക്കുന്നു. 3. ശസ്ത്രക്രിയ ചെയ്ത രോഗികൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നു. സൂര്യതാപം മൂലമുള്ള ചർമ്മരോഗങ്ങളെ അകറ്റാൻ സഹായിക്കുന്നു. മോണയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാം. എപ്പോഴും തികട്ടി വരുന്നതിനെ തടയാം. മലബന്ധത്തെ തടയാം. ദഹനത്തെ നടത്താം. രക്തസമ്മർദ്ദത്തെ തടയാം. വാർദ്ധക്യ സഹജമായ കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ പരിഹരിക്കാം. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്. 10ഓളം കാര്യങ്ങളാണ് നമുക്ക് ഈ പഴവർഗ്ഗത്തിൽ നിന്ന് കിട്ടുന്നത്. നാം നിസ്സാരമായി കാണുന്നുവെങ്കിലും ഈ പൈനാപ്പിളിന് അത്രമാത്രം ഗുണമുണ്ട്. എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് 2 പൈനാപ്പിൾ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. നല്ല പൈനാപ്പിൾ വാങ്ങി നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം. പഴവർഗ്ഗങ്ങളെ ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയുള്ള ഓരോ പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിരിക്കുന്ന നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല അറിവുകളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പഴവർഗ്ഗങ്ങളെ നമ്മൾ സ്വീകാര്യമാക്കാൻ, സ്വന്തമാക്കാൻ നമുക്ക് കഴിയണം. അതിൽ നിന്നുള്ള ഗുണങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. നമ്മുടെ വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ നമുക്ക് തടയാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കൊരു പ്രതിരോധ ശേഷി നമുക്ക് ആർജിച്ചെടുക്കണം. ഇതിനൊക്കെ നല്ല ഫലപ്രദമാണ് ഈ പഴവർഗ്ഗങ്ങൾ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: അന്ധതയെ അകറ്റാനുള്ള ഒരു ഔഷധച്ചെടിയുടെ പഴമാണ് ചോദിച്ചത്. കിവി ആണ് ഉത്തരം അറിയിക്കുന്നവർ നിർബന്ധമായിട്ട് വാട്സപ്പിലേക്ക് അവരുടെ അഡ്രസ്സ് അയക്കണം. നന്മയുടെ കരുതൽ എന്ന വൃക്കരോഗം വരാതിരിക്കാനുള്ള ഒരു ലഘു പുസ്തകം നിങ്ങൾക്ക് സമ്മാനമായി അയച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അഡ്രസ്സ് ഇടുന്നില്ലെങ്കിൽ അയക്കാൻ പറ്റില്ല. യൂട്യൂബിൽ അഡ്രസ്സ് ഇടരുത്, ഇട്ടാൽ ഞങ്ങളത് കാണുന്നില്ല. ഇന്നത്തെ ചോദ്യം ഇതാണ്: കരൾ രോഗത്തെ അകറ്റാനുള്ള ഒരു ഔഷധച്ചെടിയുടെ പഴം ഏതാണ്? ഉത്തരം നൽകുക. ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ നല്ല അറിവുകൾ, ഈ ഗൃഹവൈദ്യ പ്രചാരണം ലോകം മുഴുവൻ എത്തട്ടെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.